യാത്രയ്ക്കിടെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ബ്രിട്ടീഷ് യുദ്ധവിമാനം ജപ്പാനിലെ കഗോഷിമ വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യിപ്പിച്ചതായി റിപ്പോർട്ടുകൾ. UK റോയൽ എയർഫോഴ്സിന്റെ F-35B യുദ്ധവിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയതെന്നും ഇതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ ചില സർവീസുകൾ വൈകിയതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമീപകാലത്ത് ഇത് രണ്ടാം തവണയാണ് ബ്രിട്ടീഷ് F-35B യുദ്ധവിമാനം തകരാറിലാകുന്നത്. ജൂൺ 14 UKയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രയ്ക്കിടെ ഒരു F-35B യുദ്ധവിമാനം ഹൈഡ്രോളിക് തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായി നിലത്തിറക്കിയിരുന്നു. 38 ദിവസമാണ് തിരുവനന്തപുരത്ത് F-35 നിർത്തിയിടേണ്ടി വന്നത്. പിന്നീട് UKയുടെയും വിമാന കമ്പനിയുടെയും വിദഗ്ധരെത്തി പലതവണ പരിശ്രമിച്ചിട്ടാണ് തകരാർ പരിഹരിച്ച് വിമാനം തിരികെ പോയത്. 5ാം തലമുറയിൽപ്പെട്ട ഈ സ്റ്റെൽത്ത് യുദ്ധവിമാനം UKയുടെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അതേസമയം 5 ആഴ്ചയ്ക്ക് ശേഷമാണ് ബ്രിട്ടീഷ് നേവിയുടെ വിമാനവാഹിനി കപ്പൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ പറന്നത്. UKയിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി അറ്റകുറ്റപ്പണികൾ ചെയ്ത ശേഷമാണ് മടക്കം. ജൂൺ 14 UKയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പറക്കുന്നതിനിടെയാണ് വിമാനം കേരളത്തിലേക്ക് വഴിതിരിച്ചു വിടേണ്ടി വന്നത്. കുറഞ്ഞ ഇന്ധന നിലയും പ്രതികൂല കാലാവസ്ഥയും നേരിട്ട പൈലറ്റ് അടുത്തുള്ള വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് തിരഞ്ഞെടുത്തു. ഇന്ത്യൻ വ്യോമസേന ഉടൻ എത്തി തിരുവനന്തപുരത്ത് ലാൻഡിംഗ് സൗകര്യമൊരുക്കി. വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും ഓക്സിലറി പവർ യൂണിറ്റിന്റെയും തകരാറുകളാണ് ആദ്യം പരിഹരിച്ചത്. തുടർന്ന് വിമാനത്താവളത്തിലെ ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കി എഞ്ചിന്റെ ക്ഷമത പരിശോധിച്ച് ഉറപ്പാക്കി. പറത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾ വിജയകരമായി പൂർത്തിയാക്കിയതോടെ വിമാനം പറത്തിക്കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയായിരുന്നു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ F-35 യുദ്ധവിമാനം 35 ദിവസങ്ങൾക്ക് ശേഷമാണ് പറന്നുവരുന്നത്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറിനെ തുടർന്ന് ജൂൺ 14 ഈ അത്യാധുനിക യുദ്ധവിമാനം അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. നിരവധി ദിവസങ്ങൾ വിമാനത്താവളത്തിലെ ബേയിൽ നിർത്തിയിട്ടിരുന്നു. 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം പിന്നീട് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റി. UK റോയൽ എയർഫോഴ്സിൽ നിന്നുള്ള ഒരു സാങ്കേതിക സംഘം വിമാനം നന്നാക്കാൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35B വിമാനങ്ങൾ അതിനൂതന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ളവയും ഹ്രസ്വദൂര ടേക്ക് ഓഫും ലംബമായ ലാൻഡിംഗ് ശേഷിയുള്ളവയുമാണ്. ബ്രിട്ടീഷ് വ്യോമസേനയായ റോയൽ എയർഫോഴ്സിന്റെ ഭാഗമായ എയർബസ് 400 എന്ന വിമാനത്തിലായിരുന്നു സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. കേരളത്തിൽ ആദ്യമായാണ് റോയൽ എയർഫോഴ്സിന്റെ എയർബസ് വിഭാഗത്തിൽപ്പെടുന്ന A400 അറ്റ്ലസ് വിമാനം പറന്നിറങ്ങിയത്. ജൂലൈ 4 സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം മെഡിറ്ററേനിയൻ ദ്വീപുകളിലെ അക്രോട്ടറി സൈനിക താവളത്തിൽ എത്തുകയും ജൂലൈ 5 ഇവിടെ നിന്നും മസ്കറ്റിലേക്ക് പുറപ്പെടുകയുമായിരുന്നു. മസ്കറ്റിലെ സീബ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുമാണ് വിമാനം ഇന്നലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയത്. എഞ്ചിനീയർമാരെയും F-35Bയുടെ അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ ഉപകരണങ്ങളും എത്തിയ ശേഷം വൈകിട്ട് 4:30 വിമാനം മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.